ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്കൂളാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു എൻ്റെ മോളുടെ സ്കൂളിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ അവൾ പഠിക്കുന്ന സ്കൂള് ഇവിടെ ഹൈദരാബാദിൽ ഷെയർവുഡ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളാണ് കേട്ടോ. അവിടെ അതിൻ്റെ ആ സ്കൂൾ വന്നിട്ട് 1985 ആണ് എസ്റ്റാബ്ലിഷ് ആയ സ്കൂളാണ്. അതിൻ്റെ ഓണർ വന്നിട്ട് ഒരു പഞ്ചാബിയാണ് കേട്ടോ. ആളുടെ മകൻ പ്ലേബാക്ക് സിംഗറാണ്. നമ്മുടെ ബാഹുബലി, കുറേ കീരവാണി മ്യൂസിക് ചെയ്തിട്ടുള്ള കുറേ മൂവീസിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മഗധീര പറയുന്ന ഒരു മൂവി ഉണ്ട്. ആ മൂവിയിൽ വന്നിട്ട് പഞ്ചതാര ബൊമ്മ ബൊമ്മ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അങ്ങനെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്ലേബാക്ക് സിംഗറാണ്. അനുജ് കുരുവാര എന്നാളുടെ പേര്. അപ്പോൾ ഈ സാറിപ്പോൾ അതിൻ്റെ ഓണർ ഇപ്പോൾ കുറച്ച് ഏജ്ഡായി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം മകൻ അത് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്കൂൾസ് ഉണ്ട് ഇവിടെ. ഈ ഒരു ലൊക്കാലിറ്റി ഒരു 1 കിലോമീറ്റർ എടുത്ത ഒരു 10 സ്കൂൾസ് ഉണ്ടാവും. അതുപോലെയാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ. അപ്പോൾ വന്നിട്ട് എല്ലാ സ്കൂളും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. എന്താ വെച്ചാൽ അപ്പം മാത്രമേ പേരൻസ് കുട്ടികളെ അയക്കുള്ളൂ സ്കൂളിൽ. ഇപ്പോൾ നമ്മളാണല്ലോ അങ്ങനെ തന്നെയല്ലേ, ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സ്കൂളിൽ അയക്കുന്ന വെച്ചാൽ അവിടെ നന്നായിരിക്കും, നല്ല ടീച്ചിങ് ആയിരിക്കും, സ്ട്രിക്റ്റ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ. അങ്ങനെ കുറേ സ്കൂൾസ് ഉണ്ട് ഇവിടെ, അടുത്തടുത്ത് നിറയെ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് സ്കൂൾസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. എന്താ പറയുക, നമ്മുടെ ബോർഡിംഗ് സ്കൂള്, റെസിഡൻഷ്യൽ സ്കൂള്, ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽസുകൾ, അങ്ങനത്തെ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് വന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് സ്റ്റഡീസിനേക്കാൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവൾ ഫസ്റ്റ് വേറെ സ്കൂളാണ്, CMR ഇന്റർനാഷണൽ പറഞ്ഞിട്ട്, അത് ഇവിടുത്തെ മിനിസ്റ്ററുടെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് ഒരുപാടുണ്ട്, ഭയങ്കര ബിസിനസ് മാനാണ്. കുറേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് കോളേജസ് അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. എപ്പോഴും ഒരുപാട് ഹോംവർക്ക്, ഒരുപാടെന്നല്ല, ഡെയിലി ലിമിറ്റേഷൻ ഉണ്ടല്ലോ CBSEക്ക്. സോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ, അവൾ ഈ ഷെയർവുഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ സ്കൂളിൽ വന്നിട്ട് കുട്ടികളുടെ എൻജോയ്മെൻറ്റിന്, കുട്ടികളുടെ താല്പര്യങ്ങൾക്കാണ് അവർ ഇത് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് അങ്ങനത്തെ സ്കൂൾ മതി പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 5th ക്ലാസ് വരെ നോ എക്സാംസ് അറ്റ് ഓൾ. എക്സാംസേ ഇല്ല 5th ക്ലാസ് വരെ. അവർ ജൂനിയർ വിങ്സ് എന്നാണ് പറയുന്നത്. നഴ്സറി ടു 5th ക്ലാസ് ജൂനിയർ വിങ്സ്, 6th to 12th വരെ സീനിയർ വിങ്സ് ആണ്. സോ ഈവൻ ഇവരുടെ ആനുവൽ ഡേയ്സ് പോലും സെപ്പറേറ്റ് ആണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് സീനിയർ വിങ്സിൻ്റെതായിരിക്കും ഒരു ഡേ. അത് കഴിഞ്ഞ് ഒരു 1 or 2 weeks or 1 month കഴിഞ്ഞിട്ടാണ് ഈ ജൂനിയർ വിങ്സിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു കാര്യത്തിനും കമ്പൽ ചെയ്യില്ല. ഇവൻ എന്താ പറയുക, ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ്സ് ഓർ വഴക്ക് പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുക. അല്ലാണ്ട് എന്താ പറയുക, അവിടെ കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണെന്ന് തന്നെ പറയാം. പാരൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂളല്ല. ഇപ്പോഴത്തെ എല്ലാ സ്കൂളുകളും പാരൻസിന് വേണ്ടിയല്ല നടത്തുക. അപ്പോൾ എക്സാംസ് ഇല്ല. പിന്നെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഇവർക്ക് സ്പോർട്സ് ഡേ എല്ലാം ഉണ്ടാവും. പക്ഷെ സ്പോർട്സിന് കൂടെ ഇപ്പൊ കുട്ടികളെല്ലാം ഓടിക്കഴിഞ്ഞാൽ ഏതായാലും ഒരു കുട്ടിക്ക് 2 കുട്ടിക്കല്ലേ പ്രൈസ് കിട്ടുക. ഇവിടെ പ്രൈസിന്റെ പരിപാടിയില്ല, ഒരു കുട്ടികൾക്കും പ്രൈസ് കൊടുക്കില്ല. പക്ഷെ ഇപ്പം വോളിബോൾ ടീം, ബാസ്കറ്റ്ബോൾ ടീം, ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ വന്നിട്ട് വെളിയിലൊക്കെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിന് അങ്ങനെ നാഷണൽ ലെവലൊക്കെ പോയി എന്താ പറയുക പ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അത് വേറെ, ഞാൻ സ്കൂളിലെ കാര്യം പറയണേ. ഈ സ്കൂളിൽ മാത്രമായിട്ട് നടത്തുമ്പോൾ അവർ വന്നിട്ട് ഒരു കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കില്ല, ഒരു കുട്ടികൾക്കും പ്രയോറിറ്റി കൊടുക്കില്ല. ഇപ്പോൾ എന്താ വലിയ ആൾക്കാരുടെ മക്കൾ വലുതാണ്, അങ്ങനത്തെ കുറേ സ്കൂൾസിലുണ്ടല്ലോ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ എക്സാംസ് ഉണ്ട് കേട്ടോ. 6th ക്ലാസ് ഓൺവേർഡ്സ് എക്സാംസ് ഉണ്ട്. പക്ഷെ ആ എക്സാംസിന് കൂടെ അവർ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ റൈറ്റ് ഓർ റോങ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, മാർക്സ് ഇടില്ല. ടീച്ചേഴ്സിന് പക്ഷെ പണി കൂടുതലല്ല. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെയും ഓരോന്നും കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് എഴുതി അവരുടെ ബുക്കിൽ സെപ്പറേറ്റ് മാർക്ക് എഴുതി വെക്കണം. പാരൻസ് വരുമ്പോൾ ചില പാരൻസ് ചോദിക്കും മാർക്സ്. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ മാർക്ക് ജസ്റ്റ് എഴുതിയിടുള്ളൂ കേട്ടോ. അപ്പോൾ പാരൻസ് ആരെങ്കിലും വന്നിട്ട് കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ മാത്രം, അപ്പം അവർക്ക് നല്ല പണിയാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മാർക്ക്, അങ്ങനെ ഓരോ മാർക്ക് അവർ സെപ്പറേറ്റ് ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ടാവും. പക്ഷെ പേപ്പറിൽ ക്ലാസ്സിൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു കുട്ടിയുടെയും
പേപ്പറിൽ മാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പക്ഷെ എന്താ പറയുക, അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവുക അതുകൊണ്ട് എന്ത് യൂസ് ഉണ്ടെന്ന്. ഉറപ്പായിട്ടും ഉണ്ട്. കുട്ടികളുടെ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, വിഷമം, അയ്യോ എനിക്കൊരു മാർക്ക് കൂടി, എനിക്കൊരു മാർക്ക് കുറഞ്ഞു, ഞാൻ തോറ്റുപോയി, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവുന്നില്ല കുട്ടികൾക്ക്. പക്ഷെ 10th ക്ലാസ്സിൽ വരുമ്പോഴേക്കും കുട്ടികളെല്ലാം പാസ്സാവും കേട്ടോ, കമ്പൽസറി പാസ്സായിരിക്കും. ICSE സിലബസ് ആണ് കേട്ടോ. സിലബസ് ഒക്കെ സ്ട്രിക്റ്റ് തന്നെയാണ്, ടീച്ചേഴ്സ് നന്നായി പഠിപ്പിക്കും, പക്ഷേ എക്സാംസ് ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പാരൻസിൻ്റെ അടുത്ത് അവർ നിങ്ങൾ കുട്ടികൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ്, ആ കുട്ടിക്ക് നല്ല മാർക്ക് വേണം, ടോപ്പ് വരണം, അങ്ങനെയുള്ളവരാണ് ഈ സ്കൂളിലേക്ക് വിടുകയോ വേണ്ട, അങ്ങനെ തന്നെ ഞാൻ പറയും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ടത് മാർക്കായിരിക്കും, കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിയുടെ മാർക്കിന് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അവൾക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ഇടില്ല അവർ. അപ്പം അവരുടെ ഹാപ്പിനെസ്, കുഞ്ചുവിൻ്റെ ഇപ്പോൾ എൻ്റെ മകളുടെ ഹാപ്പിനെസ് ആണ് എനിക്ക് വലുത്. അവൾ ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ. പിന്നെ വന്നിട്ട് 6th ക്ലാസ് ഓൺവേർഡ്സ് ഒരു ആർട്ട് ക്ലാസ് ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അതിന് തിയറി ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആർട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് അവർക്ക് എക്സാംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്കൂളാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ ആക്കേണ്ട കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ, സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഇപ്പോൾ പാരൻസിനും കൂടുതൽ അതൊക്കെയല്ലേ വേണ്ടത്. അതല്ലാണ്ട് ക്രിയേറ്റിവിറ്റി ലെവലിൽ പോണത് ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ രാജമൗലി കാരു, പിന്നെ കീരവാണി കാരു, അവർ ആക്ച്വലി അവർ ബ്രദറിൻലോസ് ആണ് കേട്ടോ. അവരുടെ മക്കൾ പഠിച്ചത് ഈ സ്കൂളിലാണ്. പക്ഷെ നോക്ക്, അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ അവർക്ക് ഏതോ ഒരു ലെവലിലെത്തി. അത് മാത്രമല്ല, അവർ നമ്മൾ ഫേമസ് ആയതുകൊണ്ട് അവരെ അറിയുന്നു. അതേപോലെ കുറേ കുട്ടികൾ പഠിക്കുന്ന ടൈമിൽ അസൽ എന്താ പറയുക, ഇവിടെ എക്സാംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയ്ക്കൊന്നും ഒരു ഇത് ചെയ്യണില്ല. പാരൻസ് ആണെങ്കിലും പേപ്പർ കണ്ടു കഴിയുമ്പോൾ പേപ്പറിൽ മാർക്ക് കാണുമ്പോഴല്ലേ പാരൻസിനും ഈ ടെൻഷൻ വരുന്നത്. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂളായിട്ട് പോവും. ഈ കുട്ടികളൊക്കെ 10th ക്ലാസ്സോ അല്ലെങ്കിൽ 12th ക്ലാസ്സോ കഴിയുമ്പോൾ ക്രിയേറ്റിവിറ്റി ലെവൽ ഭയങ്കര കൂടുതൽ, സെൽഫ് കോൺഫിഡൻസ്, ഈവൻ ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു എന്ന് പറയാനുള്ള ആ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് വരും. ഇപ്പോൾ നോർമലി സ്കൂൾസിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നത് ഭയങ്കര കുറവാണ്. കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളിലുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് കുട്ടികൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. പക്ഷെ വേണ്ടത് ആവശ്യത്തിന് പഠിക്കണോ. ഇപ്പോൾ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് യൂസ് ആവുന്ന എന്തിനു വേണ്ടേ, എഴുതാനോ വായിക്കാനോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ലാംഗ്വേജസ് അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും കുട്ടികൾക്ക് അറിയണ്ടാവും. പക്ഷെ ഓവറായിട്ട് അവരെ പ്രഷർ ചെയ്ത് ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമേ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സ്കൂളിനെ പറ്റി?